നീ ഇതുവരെ ഒരുങ്ങിയില്ലേ ദീപക്കെ? ഒരുങ്ങാനോ? ഞാനെന്തിനാ ഒരുങ്ങുന്നേ? എന്താ മോനെ നിനക്കൊരു സന്തോഷം ഇല്ലാത്തെ? ഞാൻ സന്തോഷിക്കാമേ. സന്തോഷം കൊണ്ടേ ഇവിടെ കിടന്നങ്ങ് തുള്ളിച്ചാടാം. അതാണല്ലോ വേണ്ടത്. അല്ല, എന്റെ മോൻ വലിയ ദേഷ്യത്തിലാണല്ലോ. ദേഷ്യപ്പെടാൻ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ഇവിടെ തുള്ളിച്ചാടണോ? നീ ഒന്ന് അടങ്ങടാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യൂന്ന്? അമ്മ എന്തൊക്കെയാ പറയുന്നേ? അമ്മയ്ക്ക് വട്ടാണോ? അതേടാ, അമ്മയ്ക്ക് വട്ടാ. അമ്മയുടെ ഭ്രാന്ത് നിനക്ക് കാണണ്ടേ? നീ പോയി ഡ്രസ് ചെയ്തിട്ട് വാ. അമ്മ എന്തായി പറയുന്നേ? ഞാനിപ്പോ പറഞ്ഞത് തന്നെ. നീ ഒരുങ്ങി മിടുക്കനായിട്ട് ഹാളിലേക്ക് വാ. ബാക്കി ഞാൻ നോക്കിക്കോളാം. അമ്മ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അമ്മയുടെ ഈ ധൈര്യം കാണുമ്പോ എനിക്കൊരു ധൈര്യമുണ്ട്. പക്ഷേ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള ഒരു ടെൻഷനും എനിക്കുണ്ട്. നീ പോയി ഒരുങ്ങി റെഡിയായി വാടാ. നീയേ എന്റെ മകനാ, എന്റെ ഭാവിയാ. നീ ധൈര്യമായിട്ട് വാ. നിന്റെ കാര്യമേ അമ്മ നോക്കിക്കോളാം. ഞാൻ ദേ വരുന്നമ്മേ. നമസ്കാരം തിരുമേനി. നമസ്കാരം. ഒരു ചെറിയ പൂജയുണ്ടായിരുന്നു, അതാ താമസിച്ചത്. ഞാനത് രാജുവിനോട് നേരത്തെ പറയുകയും ചെയ്തായിരുന്നു. അതിന് കുഴപ്പമില്ല തിരുമേനി. അല്ല, രാജു എവിടെ? രാജു എത്തിയിട്ടില്ല. എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടാ രാജു പോയത്. മാഡം, മുഹൂർത്തം കഴിയാറായി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? അംബിക മാഡവും മകനും ശരിക്കും ആ കുട്ടിയെ അംഗീകരിച്ചിട്ടാണോ ഇങ്ങനെ ഒരു ചടങ്ങൊരുക്കിയത്? അതൊന്നും ഒരു കുഴപ്പമില്ല. കാരണം എന്താന്ന് വെച്ചാ ഈ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചതും പറഞ്ഞതും പ്രതാപേട്ടനാ. ദിവ്യയുടെ അമ്മ വന്നപ്പോഴാ പ്രതാപേട്ടൻ അങ്ങനെ പറഞ്ഞത്. പ്രതാപേട്ടൻ ഒരു കാര്യം തീരുമാനിച്ച് പറഞ്ഞിട്ട് അതിനെ എതിർത്ത് സംസാരിക്കാനോ പ്രവർത്തിക്കാനോ അമ്മയ്ക്കും മകനും ഒരു ധൈര്യമില്ല. ആശ്വാസമായി. എനിക്ക് ആകെ ഒരു ടെൻഷനായിരുന്നു. പൂജാ സാധനങ്ങളൊക്കെ റെഡിയാ. ആ, തിരുമേനി പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. ഓ, വരൂ. ആ. എങ്കിൽ പിന്നെ അവരെ വിളിച്ചോളൂ. ശരി തിരുമേനി. മോളെ, അമ്പിയേച്ചും ദീപക്കിനെ കണ്ടിരുന്നോ? ഇല്ല ചെറിയമ്മേ, ഞാൻ കണ്ടില്ല. സമയായിരുന്ന തിരുമേനി പറയുന്നേ. അവരും കൂടെ വന്നാ നമുക്ക് ചടങ്ങ് തുടങ്ങായിരുന്നു. മോളെ, സാരിയൊക്കെ എന്താ ഇങ്ങനെ ഉടുത്തിരിക്കുന്നത്? ഇതൊക്കെ ഇനി എന്നാ പഠിക്കാ? അയ്യോ വേണ്ട വേണ്ട മാഡം, മാഡം ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. ദിവ്യ ഇപ്പോ ജോലിക്കാരിയല്ല, ഈ വീട്ടിലെ ഒരു അംഗ. ഈ കുടുംബത്തിലെ ചോരയാ ഈ കുഞ്ഞ്. അപ്പോ ഈ കുഞ്ഞിന്റെ അമ്മയെന്നുള്ള സ്ഥാനം ദിവ്യക്കുണ്ട്. അതുകൊണ്ട് ഈ കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിൽ വേണം ദിവ്യ ഈ ചടങ്ങിനിരിക്കാൻ. മനസ്സിലായോ? നന്ദിയുണ്ട് യാമിനി മാഡം. നിങ്ങൾ എല്ലാരും എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് എല്ലാവരോടും തീർത്ത നന്ദിയുണ്ട്. പക്ഷേ അംബിക മാഡവും ദീപക്കേട്ടനും എന്നെ സ്നേഹിക്കാത്തതിൽ എനിക്ക് വിഷമമില്ല. പക്ഷേ ഒന്നും അറിയാത്ത കുഞ്ഞിനെ പോലും അവര് സ്നേഹത്തോടെ നോക്കോ ലാളിക്കോ ഒന്നും ചെയ്യാതെ ശത്രുവായിട്ട് കാണുമല്ലേ? ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോവാ അവരെ കുഞ്ഞിനെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിലെന്ന്. അതൊക്കെ ശരിയാവും ദിവ്യേ, നീ ഒന്ന് സമാധാനിക്ക്. എല്ലാ കാലവും ഒരാളുടെ സ്വഭാവം ഒരുപോലെ ഇരിക്കില്ലല്ലോ, മാറ്റങ്ങൾ ഉണ്ടാവും. അവരുടെ ഈ സ്വഭാവം മാറി
ദിവ്യയും കുഞ്ഞിനെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരും. നീ സമാധാനം ഇരിക്കേ. യാമിനി മാഡം, അംബിക മാഡവും ദീപക് സാറും ഞങ്ങളോട് എന്തെങ്കിലും വഴക്കുണ്ടാക്കോ? അമ്മേ, അങ്ങനൊന്നും ഉണ്ടാവില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കെ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പ്രതാപേട്ട, മുഹൂർത്തത്തിന് സമയം എന്നാ തിരുമേനി പറയുന്നത്. ഭാവി, അംബികേച്ചിയും ദീപകിനെയും ഇതുവരെയും കണ്ടില്ല. ഇതുവരെ വന്നില്ലേ? ഇല്ല. സമയമായോ തിരുമേനി? ആയി സാറേ, മുഹൂർത്തത്തിന് സമയമായി. ദീപകേ, ദീപകേ, എന്തോ സമയമായി. നീ അവിടെ എന്തെടുക്കുവാ? ഞാൻ ഒരുങ്ങിയായിരുന്നു അമ്മാവ. വേഗം വാ. ആ, ഇതാ വരുന്നു അമ്മാവ. അമ്മേ, അമ്മ വിളിക്കുന്നു. ഉം. വാ, അച്ഛനും അമ്മയും ഇരുന്നോളും. ഇരിക്ക. ദിവ്യ, ദൈവമേ, ഒരു പ്രശ്നം ഉണ്ടാവല്ലേ? ഇനി കുട്ടിയെ അച്ഛന്റെ കയ്യിലേക്ക് കൊടുത്തോളൂ. ഓ ഓ ഓ, അല്ല, രാജു ഇതുവരെ വന്നില്ലേ? ചടങ്ങിന്റെ കാര്യങ്ങൾ മുന്നിൽ നിന്ന് നടത്താൻ ഞാൻ അവനെയല്ലേ ഏൽപ്പിച്ചിരുന്നത്. എന്നിട്ട് അവനത് എവിടെ പോയി? അച്ഛാ, രാജു ഇപ്പൊ വരും. രാജു എവിടെയോ അത്യാവശ്യമായിട്ട് പോയതാ. ചടങ്ങിന്റെ മുഹൂർത്തത്തിന് മുമ്പെങ്കിലും വന്നാൽ മതിയായിരുന്നു. അത് രാജു വന്നല്ലോ. നീ എന്താ രാജു വൈകിയത്? സോറി സാർ, അർജന്റായിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകാനുണ്ടായിരുന്നു. ഇവനെന്തിനാ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയത്? ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതി ഇനി DNA റിസൾട്ടുമായിട്ടാണോ ഇവൻ വന്നിരിക്കുന്നത്? നമുക്കേ നൂലുകെട്ടിലേക്ക് കിടക്കാം. ദാ, ഇനി കെട്ടിക്കോളൂ. കുഞ്ഞിന്റെ പേരെന്താണെന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻ കുഞ്ഞിന്റെ ചെവിയിൽ 3 തവണ പറയണം. ആരാണ് കുഞ്ഞിന്റെ അമ്മാവന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്? രാജുവാ. സർ, അങ്ങനെയാണെങ്കിൽ രാജു ഇരുന്നോളൂ. എന്നിട്ട്
രാജുവിന്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് കുഞ്ഞിന്റെ ചെവിയിൽ അച്ഛൻ പേര് പറഞ്ഞോളൂ. ഞാനിരിക്കുന്നില്ല. ദിവ്യയും ദീപകം തന്നെ ചെയ്യട്ടെ സാർ. അത് എങ്കിൽ അങ്ങനെ ആവട്ടെ. എന്ത് പേരാണ് കുഞ്ഞിനു വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത്? ദിബിൻ. ദിബിൻ ദീപക്. കൊച്ചിന്റെ പേര് മാത്രം പറഞ്ഞാ പോരെ? എന്തിനാ എന്റെ പേര് കൂടെ പറയുന്നേ? അങ്ങനെയല്ല ദീപക് സാറേ, കുഞ്ഞിന്റെ നാമം പൂർണ്ണമായിട്ടും പറയണം. ഇല്ല, പറ്റില്ല. കൊച്ചിന് ദിബിനെന്ന് പേരിട്ടിട്ടുണ്ടെങ്കിലേ ദിബിനെന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ എന്റെ പേര് കൂടെ ചേർത്ത് വെച്ച് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണ്ട. അവള് കണ്ടുപിടിച്ചിരിക്കുന്ന പേര് കണ്ടില്ലേ? ദിബിൻ. ദിവ്യ ദീപക് ഈ രണ്ട് പേരുമായിട്ട് സാമ്യമുള്ളത് കൊണ്ടാ ഈ പേരിട്ടത്. അങ്ങനെ എന്റെ പേരുമായിട്ട് സാമ്യമുള്ള പേരിടണ്ട. ഈ കൊച്ചിന്റെ പേരിന്റെ കൂടെ എന്റെ പേര് അങ്ങനെ ചേർക്കുകയും വേണ്ട. ദീപകേ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ആ പേര് പറയാൻ നോക്കിയേ. ഇല്ല അമ്മാവ, ഞാൻ പറയില്ല. എന്റെ പേര് ചേർത്ത് ഈ കൊച്ചിന്റെ ചെവിയിൽ ഞാൻ പറയില്ല. അതെന്താ കാരണം? ഇത് നിന്റെ കുഞ്ഞല്ലേ? കൊച്ചിനെ വാങ്ങിക്കടി പിടിക്കാൻ. അല്ല, ഇത് എന്റെ കൊച്ചല്ല. ഈ പരിപാടി ഇവിടെ നടക്കില്ല. ഞാൻ ഇതിന് സമ്മതിക്കില്ല. ഇത് എന്റെ കുഞ്ഞൊന്നും അല്ല. ഞാൻ പിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തില് ഇവളുടെ കഴുത്തിൽ താലി കെട്ടി പോയതുകൊണ്ട് ഒന്നും മിണ്ടാതെ നിന്നതാ. നിങ്ങൾ എല്ലാവരും കൂടി ഇവളെ എന്റെ തലയിൽ കെട്ടിവെച്ചു. ഇനിയിപ്പോ ഈ കൊച്ചിനെ കൂടി എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. ഞാനിനി ഇതിനെ വളർത്തി വലുതാക്കി സ്കൂളിലും വിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണായിരിക്കും. അങ്ങനെ കണ്ടവന്റെ കൊച്ചിനെ വളർത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാ ഈ കുഞ്ഞ് നിന്റെ കുഞ്ഞല്ല വേറെ ആരുടെ കുഞ്ഞാണെന്ന് പറയുന്നത്? നീ സ്ത്രീത്വത്തെ അപമാനിക്കണം ദീപകേ. ഞാൻ ആരെ അപമാനിച്ചിട്ടൊന്നുമില്ല. ഉള്ള കാര്യം പറഞ്ഞതാ. വല്ലവന്റെ കുഞ്ഞിനെ ചുമക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. പാവമല്ലേ, പോട്ടെ പോട്ടെന്ന് വെച്ചപ്പോ എല്ലാരും കൂടി എന്റെ തലേ കയറി അങ്ങ് നിരങ്ങുക. എന്താ ദീപക് ഇത്? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട അമ്മേ? ഇത് എന്റെ കുഞ്ഞല്ല. ഞാൻ പറഞ്ഞാലൊന്നും നിങ്ങൾക്കാർക്ക് മനസ്സിലാവാത്തെ? കണ്ടില്ലേ പ്രതാപ അവൻ പറയുന്നത്? ഇത് അവന്റെ കുഞ്ഞല്ലെങ്കിൽ പിന്നെ എന്തിനാ അവനെ എല്ലാരും കൂടി ഇങ്ങനെ നിർബന്ധിക്കുന്നേ? അവനൊരു എടുത്തുചാട്ടക്കാരനും ദേഷ്യക്കാരനും ആയതുകൊണ്ടല്ലേ നിങ്ങൾ എല്ലാവരും കൂടെ അവനെങ്ങനെ ക്രൂശിക്കുന്നേ? ചേച്ചി എന്തിനാ ഇങ്ങനെ കരയുന്നേ? ചേച്ചി ടെൻഷൻ ആകല്ലേ? സർ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഈ കുഞ്ഞ് ദീപകിന്റെ ആണെന്ന് തെളിയിക്കാനുള്ള DNA റിപ്പോർട്ടായിരുന്നു. ഇതിനു മുമ്പ് 2 തവണയും ഈ റിപ്പോർട്ടുമായി ഞാൻ സാറിനെ കാണിക്കാൻ വന്നപ്പോഴും എനിക്കതിന് കഴിഞ്ഞിട്ടില്ല. സർ, ഈ DNA റിപ്പോർട്ട് സാർ നോക്കണം. ഇതേപോലുള്ള റിപ്പോർട്ടല്ലേ ദിവ്യ ഇതിനു മുമ്പ് കീറി കളഞ്ഞത്? അതെ സർ.
ഈ റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടിയാ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത്. ഈ റിപ്പോർട്ടിൽ കുഞ്ഞ് ദീപകിൻ്റെതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കും ചിലത് പറയാനുണ്ട്. എന്താ? ഇത് അംബിക മേഡം. ഇതേ, ഞാൻ എന്റെ മകനെ നമ്മുടെ നാട്ടിലെ പ്രശസ്തമായൊരു ഹോസ്പിറ്റലിൽ പരിശോധിച്ചതിന്റെ റിസൾട്ടാ. ഇത് പ്രതാപനൊന്ന് വായിച്ചു നോക്കിയേ. എന്താ വർമ്മ സാറേ? രാജു, ഈ റിപ്പോർട്ടിൽ പറയുന്നത് ദീപക് ഇമ്പോർട്ടന്റ് ആണെന്നാ. അതായത് ദീപകിനൊരു കുഞ്ഞിന്റെ അച്ഛനറിയാൻ കഴിയില്ലെന്നാ. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള കഴിവ് ദീപകിനില്ലെന്നാ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. കണ്ടില്ലേ പ്രതാപ, എനിക്ക് സംശയം ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ ഇവനെ പരിശോധിപ്പിച്ചു. ഇവനെ പരിശോധിച്ചപ്പോഴേ ഡോക്ടർ പറഞ്ഞതാ ഇവനൊരിക്കലും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിവില്ലെന്ന്. പക്ഷേ ഞാൻ ഇവനെ വിശദമായിട്ട് പല ടെസ്റ്റുകൾക്കും വിധേയനാക്കാൻ പറഞ്ഞു. ആ ടെസ്റ്റുകളുടെ റിസൾട്ടാ ഇപ്പൊ നിന്റെ കയ്യിലിരിക്കുന്നത്. ഡോക്ടറെ, ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. റിപ്പോർട്ട് വായിച്ചില്ലേ അംബിക മേഡം? അതിൽ കൂടുതൽ ഇനി മനസ്സിലാക്കാനൊന്നുമില്ല. അതിലുള്ളതൊക്കെ 100% സത്യമാണ്. ദീപകിന് കുഞ്ഞുങ്ങളുണ്ടാവില്ല. അതിനുള്ള റീസൺ ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ടുണ്ട്. ദീപകിന്റെ തലയിൽ ഈ കുഞ്ഞിന്റെ പിതൃത്വം കെട്ടിവെക്കാൻ ആരോ മനഃപൂർവ്വം കളിച്ച കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അംബിക മേഡം. താങ്ക് യു ഡോക്ടർ. ഇവിടെ വരെ വന്ന് കൃത്യസമയത്ത് ഈ റിപ്പോർട്ട് എന്റെ അനിയനെ കാണിച്ച് എന്റെ മകന്റെ സത്യസന്ധത തെളിയിക്കാൻ മനസ്സ് കാണിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നന്ദി വാക്കിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇങ്ങനൊരു പ്രശ്നം നടക്കുന്നുവെന്ന് അംബിക മേഡം പറഞ്ഞിട്ടാ വർമ്മ സാർ ഞാൻ ഇവിടേക്ക് വന്നത്. കേട്ടുകഴിഞ്ഞപ്പോ ഒരു ഡോക്ടർ എന്ന നിലയിൽ നേരിട്ട് വന്ന് കാര്യങ്ങളെല്ലാം നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഒട്ടും താമസിക്കാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി സാർ. രാജു, എന്താ ഇത്? എന്താ ഇതിന്റെ അർത്ഥം? അതാ സാർ എനിക്കും മനസ്സിലാവാത്ത. ദിവ്യ, എന്താ നിനക്ക് പറയാനുള്ളത്? സാറേ, എന്റെ മോളൊരു പാവ. അവൾ അങ്ങനെ കള്ളമൊന്നും പറയുന്നവളല്ല. ഒരു ചെറിയ കാര്യത്തിൽ പോലും അവള് കള്ളം പറയില്ല. നിങ്ങൾ ആരും ഇവളെ അവിശ്വസിക്കരുത്. അമ്മേ, ഇന്നത്തെ കാലം വളരെ മോശമാണ്. വലിയൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡോക്ടർ നേരിട്ട് കൊണ്ടുവന്ന റിപ്പോർട്ടായത്. എനിക്കിത് എങ്ങനെയാ വിശ്വസിക്കാതിരിക്കാൻ പറ്റുക? അപ്പോ ആ കുഞ്ഞു കൊണ്ടുവന്ന റിപ്പോർട്ടാ സർ? അതും ശരിയാണ്. ഒരു കാര്യം ചെയ്യാം,
നമുക്ക് ഈ ചടങ്ങ് തൽക്കാലം ഇവിടെ വെച്ച് നടത്താം. സമാധാനപരമായി ഇനി എന്താ വേണ്ടെന്ന് ആലോചിച്ച് വീണ്ടും ദീപകിനെ ടെസ്റ്റുകൾക്ക് വിധേയനാക്കാം. അടുത്ത തവണ ടെസ്റ്റ് നടക്കുമ്പോൾ അത് എന്റെ നേതൃത്വത്തിൽ നടക്കും. അയ്യ സാറേ, എന്റെ മോളും കുഞ്ഞും ഇനി എന്ത് ചെയ്യും? ദിവ്യ തൽക്കാലം ഈ വീട്ടിൽ തന്നെ തുടരും. പക്ഷേ അത് ദീപകിന്റെ റൂമിലല്ല, ഇവിടെ ഗസ്റ്റ് റൂമിൽ. ഇരുപത്തെട്ട് കെട്ട് നടത്തി എന്റെ മകന്റെ പേരിനോട് സാമ്യമുള്ള പേരും കണ്ടുപിടിച്ച് അതിന്റെ വാലില് അവന്റെ പേരും ചേർത്ത് കൊച്ചിന്റെ ചെവിയിൽ ഓതി കൊടുക്കുന്നത്, അത് കാണാനുള്ള സന്തോഷത്തിലല്ലേടി നീ രാവിലെ ഹാളിലേക്ക് വന്നേ? ഇപ്പൊ മനസ്സിലായോ ഋതിക നിനക്ക്? അംബികയും മകനെയും അങ്ങനെ നിസ്സാരമായിട്ട് തോൽപ്പിക്കാൻ പറ്റില്ലെന്ന്.